വാടി മറിയക്കുട്ടി നീയാണെന്റെ തങ്കക്കട്ടി എടി വാടി എന്നും നീയാണെന്റെ പൊന്നും കട്ടി നീ എന്റെ കരളിനകരമത്തല്ല നീ എന്നെ കാണുമ്പോഴെന്നെ വിളിക്കല എന്നെ കണ്ടാൽ ഞാകാവേടി കുടിക്കാൻ ചിരി കഞ്ഞീരാടി ഇങ്ങോട്ട് മാറും മനുഷ്യ. എന്ത് ആരുടെ ഇവിടെ എങ്ങും ആരുമില്ല. അല്ല ആരുമില്ലാന്നറിയാം, എന്നാലും വെറുതെ ചോദിച്ചതാ. ഇത്രയും നാള് ബാല കളിച്ച് നടന്നിട്ട് കിട്ടിയതാ. ഈ നശിച്ച ആരെവിടെയും ആ പണിച്ചം വാടും. വാളിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നാം ഒരു കാര്യം എടുത്തത്. നാം ഇന്നലെ എവിടെയോ വാള് വെച്ചു. അത് എവിടെയാണ്? എവിടെയാണോ? ദേ ആ അടുക്കളയുടെ മൂലയ്ക്ക്. നോറിട്ടങ്ങോട്ട് അടുക്കാൻ മേല. ഛേ, ആ വാളിന്റെ കാര്യമല്ലേ പറഞ്ഞത്? നാം നമ്മുടെ ഉടവാളിന്റെ കാര്യമാണ് പറഞ്ഞത്. അല്ലാതെ നിന്റെ അപ്പം കൊണ്ടുവന്ന ശ്രീധരത്തിന്റെ കാര്യമല്ല. എന്റെ അപ്പനെ കാര്യം വിളിക്കുന്നു. അയ്യോ, ഈശ്വരാ. എന്തിന് നീ എന്നെ വിലയില്ലാത്ത രാജാവാക്കി മാറ്റി? എന്നാ നീ അന്തപുരത്തിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു? എങ്ങോട്ട്? ചൂത് കളിക്കാൻ. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇന്നത്തെ കൊണ്ട് ഈ ഒടുക്കത്തെ ചൂതുകളെ നിർത്തിക്കണം. സാധ്യമല്ല. രാമായണത്തിലെ പഞ്ചപാണ്ഡവരായ നാലുപേരും ചൂതുകളിക്കാരായിരുന്നു. അവരെ പോലെയാണ് ഞാനും. എന്നാലേ ഞാൻ മഹാഭാരതത്തിലെ പാഞ്ചാലിയാവും. 5 കെട്ടിയന്മാരൊപ്പിച്ച പോരെ. ഈശ്വരാ, എന്നെ എന്തിനിങ്ങനെ ഒരു വിലയില്ലാത്ത രാജാവാക്കി? ഓ എന്റെ പൊന്നു മഹാരാജാവേ, എന്നാടി നമ്മുടെ മകനെ പെണ്ണ് കാണിക്കാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞ ബ്രോക്കർ ഇന്നെങ്ങാനും വരിക. എന്ത് വരാന്ന് പറഞ്ഞിട്ട് ബ്രോക്കർ വരാതിരിക്കോടി. വരാതിരുന്നാലേ എന്റെ പരാതി തീരൂല. വരാന്ന് പറഞ്ഞിട്ട് ബ്രോക്കർ വരാതിരിക്കോടി. വരാതിരുന്നാലേ എന്റെ പരാതി തീരൂല. രാവിലെ ഏത് പറ്റിയാണ് എന്റെ പട്ടിക്ക് പറ്റിച്ചത്? അത് കല്യാണ ബ്രോക്കറാണ്. ആണോ? കഥാപ്രസംഗ പരിപാടിയൊക്കെ നിർത്തി അയാൾക്ക് പിതാ പണി. ഓഹോ, സമ്പൂജ്യരായ അച്ഛനും അമ്മയ്ക്കും ഞങ്ങളുടെ അഭിവാദനങ്ങൾ. അയ്യോ, നിർത്തൂ. അയ്യോ, ഇതാരാ? അറിയില്ലേ, ഇതാണ് ചെറുക്കന്റെ അച്ഛൻ. പാലക്കാരനാടാ പാലക്കാരൻ. അപ്പൊ ആശാനെ പോലെ തന്നെ made for each other. എന്ന് വെച്ചാൽ ഈനാമ്പേച്ചിക്ക് മരപ്പട്ടി കൂട്ട്. നിങ്ങൾ എന്താ ഇത്രയും താമസിച്ചത്? ഇന്നലെ ഒരു കഥാപ്രസംഗ പരിപാടി ഉണ്ട്. തുടങ്ങാൻ ഉദ്ദേശിച്ചത് 10 മണിക്കാണ്. തുടങ്ങിയപ്പോൾ 11 പിന്നെ 12 അവസാനം 1. അതെ, കാണാൻ ഒരാൾ മാത്രമായി. നീ സിമ്പൽ അടിച്ചോ, പക്ഷെ എനിക്കിട്ട് അടിക്കല്ലേ. കാർത്തിക ശ്രേഷ്ഠ, അതാണോ ഇത്രയും വൈകിയത്? വരുന്ന വഴിക്ക് ഞങ്ങളുടെ വണ്ടി ഒന്ന് പഞ്ചറായി. എന്നിട്ട് സ്റ്റെപ്പിനില്ലായിരുന്നു. സൈക്കിളിന് എവിടെയാണ് സ്റ്റെപ്പിനി? കയ്യിലെന്തോ ഒരു കെട്ട്. 3 വർഷം മുമ്പ് ആശാൻ ഒരു കെട്ട് നടത്തിയതിന്റെ പാരിതോഷികമായി പെണ്ണിന്റെ അപ്പം കൊടുത്ത വെട്ട. അതിന്റെ ആ ഈ കെട്ട് എങ്ങനെ വെട്ടാതിരിക്കും? താൻ എനിക്ക് കിളിപോലെ ഒരു പെണ്ണിനെ കെട്ടിച്ചു തരാന്ന് പറഞ്ഞിട്ട്. ഈ നിൽക്കുന്ന മൂങ്ങയല്ലടോ താൻ കെട്ടിച്ചു തന്നത്. മൂങ്ങ എന്താ കിളി അല്ലേ? നിങ്ങൾ വായി പൊളിച്ചു നിൽക്കാതെ എങ്ങനെയുള്ള പെണ്ണ് വേണമെന്ന് പറഞ്ഞു കൊടുക്ക്. അതെ, പെണ്ണു വേണം, ഒരു പെണ്ണു വേണം, മോണിക്ക പോലൊരു പെണ്ണു വേണം. ആ പെണ്ണു വേണം, ഒരു പെണ്ണു വേണം, മോണിക്ക പോലൊരു പെണ്ണു വേണം. നല്ല പക്കം വേണം, നല്ല നിറം വേണം, ഞങ്ങളെ പൊന്നുപോൽ നോക്കിയിടണം. നല്ല പക്കം വേണം, നല്ല നിറം വേണം, ഞങ്ങളെ പൊന്നുപോൽ നോക്കിയിടണം. ചെക്കന്റെ കൂടെ ആ പെണ്ണൊന്നു പോകുമ്പോൾ ആളുകൾ നിച്ച് നോക്കിയിടണം. നല്ലോണം തടി വേണം, അതിനൊത്ത മുടി വേണം, ഇതനും വേണ്ടോണം കിട്ടിയിടണം. ഞാൻ അവതരിപ്പിക്കുന്ന പെണ്ണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സുന്ദരിയാണവൾ, സുമുഖിയാണവൾ, സുശീലയാണവൾ, ജാനകിയാണവൾ, ഡൽഹിമയാണവൾ, മേക്കപ്പ് ഇല്ലെങ്കിൽ വല്യമ്മയാണവൾ. സിമ്പൽ അടിക്കല്ലേ. എന്തായാലും വേണ്ടില്ല. ഞങ്ങളെ പൊന്നു പോലെ നോക്കുന്ന പെണ്ണാവണം. അല്ലാതെ എന്നോട് പോരെടുക്കാനെങ്ങാനും വന്നാലുണ്ടല്ലോ. പോരെടുത്താലല്ല കുഴപ്പം. എന്നോട് പോരെടുത്താലവളെ ഉലക്കയ്ക്ക് തലക്കടിക്കും, ഞാൻ തലമണ്ട തല്ലിപ്പൊളിക്കും.
അവനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല. കുരുത്തം കെട്ടൊരു മകനിരിക്കുന്നു തങ്കപ്പൻ, അവൻ കുളക്കടവിൽ ഒളിച്ചിരിക്കണ തങ്കപ്പൻ. ആ കുരുത്തം കെട്ടൊരു മകനിരിക്കുന്നു തങ്കപ്പൻ, അവൻ കുളക്കടവിൽ ഒളിച്ചിരിക്കണ തങ്കപ്പൻ. ഏതു പെണ്ണിനെ കണ്ടാലും പിന്നാലെ കൂടണ തങ്കപ്പൻ, പല കല്ലുകൊണ്ടെന്നാലും വിളിച്ചു നിൽക്കും തങ്കപ്പൻ. അയ്യോ തന്റെ മോനെ മര്യാദക്ക് വളർത്തിക്കൊള്ളണം കേട്ടോ. അല്ല എന്താ ഇത്? അവൻ ഏതോ ഒരു കുളക്കടവിലുണ്ട്, അത് ഉറപ്പാ. അവൻ എവിടെ ചെന്നാലും അതിന്റെ റിസൾട്ട് എനിക്ക് അപ്പൊ തന്നെ ഇവിടെ കിട്ടും. ഈശ്വരാ, ചെറുക്കനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞിരിക്കെ നമുക്ക് എല്ലാവർക്കും കൂടി പെണ്ണിന്റെ വീട്ടിലേക്ക് ഒരു യാത്ര പോകാം. ഇതെങ്കിലും ഒന്ന് നടന്നാ മതിയായിരുന്നു. പ്രിയതമേ, ഭ്രാന്ത. നാം കല്യാണ മാമാങ്കത്തിന് പോയി വരട്ടെ. എങ്ങോട്ടെങ്കിലും ഒന്ന് പോടോ. അയ്യോ ഹലോ. ഓ റോസമ്മച്ചൻ സ്പീക്കിംഗ്. അതെ 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 അതെ. അയ്യോ ഇന്നത്തെ ഡോഗ് ഷോയ്ക്ക് ഡോഗിനെ കൊണ്ടുവരാൻ പറ്റില്ല. പകരം ഞാൻ ഹസ്സിനെ വിടാം. ഓ ഇന്ന് പെണ്ണ് കാണാൻ വരുന്ന ദിവസമോ? നോ 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 നോ. എന്നെയല്ല, എന്റെ മകളെ. യെസ് യെസ് യെസ്, മൈ ഓൺലി ഡോട്ടർ. ഓക്കേ ബൈ ബൈ. അയ്യോ ആരാ അത്? ഞങ്ങളാണ്. ആര് വരൂ? നിങ്ങൾ ആകാംക്ഷപൂർവ്വം കാത്തിരുന്ന ചെറുക്കനെ കൂട്ടരും ഇതാ എത്തിക്കഴിഞ്ഞു. അയ്യോ പക്ഷേ ഏതാ ഈ ഹനുമാൻ? ഈ വാക്കിന്റെ വ്യക്തികളോട് പുലമ്പിക്കൊടുക്കൂ. അയ്യോ ഈ നിൽക്കുന്നത് ഹനുമാനല്ല, ഈ നിൽക്കുന്നതാണ് സുഗ്രീവൻ. അതെ, ഇത് തന്നെയാണ് ചെറുക്കന്റെ അപ്പൻ. അയ്യേ, ഇയാളുടെ മകനെ കൊണ്ടാണോ എന്റെ മകളെ കെട്ടിക്കാൻ പോകുന്നത്? അയ്യോ ഇത് വെറും തന്ത. പക്ഷേ ഇതുപോലല്ല മകൻ. ആ മകനെ കുറിച്ച് പറയുകയാണെങ്കിൽ വിണ്ട ചുണ്ടിൽ തിളങ്ങി നിൽക്കും നീണ്ട രാജാതീരികൾ അവൻ പുഞ്ചിരിക്കുമ്പം ഒരു പഞ്ഞ കാണും ചെറുക്ക ശ്യാമളൻ കോമളൻ വിണ്ട ചുണ്ടിൽ തിളങ്ങി നിൽക്കും നീണ്ട രാജാതീരികൾ. കാര്യവിധിയിലേക്കാണെങ്കിലും ചെറുക്കൻ ഒന്നുണ്ട്. എന്ത്? വിദ്യാഭ്യാസം. ജോലിഫിക്കേഷൻ ജോലിഫിക്കേഷൻ. Correct. എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞു, ചേട്ടായി എനിക്കൊരു പണി വേണം, ഒരു ഇണ വേണം, ഒരു തുണ വേണം, അതിന് എനിക്കൊരു പെണ്ണ് വേണം. ഞാൻ പറഞ്ഞു, നിനക്കൊരു തികര കുതിച്ചിട്ടുണ്ടോ? ഉണ്ട്. അതാരാ? അത് മറ്റായിരുന്നല്ല, നിങ്ങളുടെ മകൻ ആന. ആനയോ? അല്ല ആശാൻ വള്ളിയിടാൻ മറന്നുപോയതാ. ആണ് ആരുണ്ട്? ആരാണ്? അതാരാ? പേടിക്കണ്ട. ഈ ഭർത്താവാ. നേരെ കണ്ടാലേ ഈ നാട്ടുകാരെല്ലാവരും ഓടി ഒളിക്കും. അത്രയ്ക്ക് വൃത്തികെട്ടവനല്ലേ? ആ, stupid. Nothing obvious about it. ആഹാ. അയ്യോ പിന്നെ. ആഹാ. മഹാരാജാവേ, പെണ്ണിന്റെ അപ്പൻ ആരാണെന്ന് അറിയാമോ? ആരാണ് അപ്പ പൊങ്ങവൻ? വാക്കുറന്നാൽ പച്ചത്തെറി കൈക്കെടുത്താൽ കൂമ്പിനിടി മാത്തപ്പനെ പോലീസില്ല ജോലി. ബാക്കിയുള്ളൊരു കേസ് മൊത്തം കണ്ടവന്റെ തലയിൽ വെച്ച് കാശു വാങ്ങി കേസൊടുക്കൽ ഹോബി. വാശിയുള്ള രേമ വിശയുള്ള കേമൻ അക്കിയെടുത്തറിഞ്ഞാൽ വെറും കടക്കാരില്ല. മുക്കിലത് ദേഷ്യം വന്ന ഉടനെ വിളിത്തവരുണ്ടല്ല. വാക്കു വന്നാൽ തെറി പറയും, നോക്കു ചൂണ്ടി പേടിപ്പിക്കും, നോക്കി നിന്നാൽ പിന്തുടനെ നോക്കത്തില്ലാക്കും. ഓഹോ, അത്രയ്ക്ക് കെങ്കേമനാണെങ്കിൽ അമ്മയെ വന്ന് മുഖം കാണിക്കാൻ പറയൂ. സത്യം പറ, ആരാണെങ്കിലും. സാറേ, തല്ലരുത്. സാറിന്റെ മകളെ കാണാൻ വന്ന ചെറുക്കന്റെ തന്തയാണത്. Yes, I am the father of You are my one, okay? ഓഹോ അത് ശരി, എന്റെ മകളെ കസ്റ്റഡിയിൽ എടുക്കാമെന്നാണല്ലേ? കൂട്ട് മാറിക്കണ. എവിടെയാണ് നിങ്ങളെ കൂടി ചെറുക്കനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ചെറുക്കൻ കാറിനകത്ത് അരിഞ്ഞുണങ്ങിയിരിക്കുകയാണ്. അണിഞ്ഞൊരുങ്ങിയിരിക്കുകയാണ്. പോയി തൊണ്ടി സഹിതം പൊക്കിക്കൊണ്ട് പാടാ. Yes, sir. എല്ലാരും കൂടി എന്നെ പെടുത്തുന്നു. പോയി വിളിച്ചോടാ, വളർന്നു. ആ പിന്നെ എല്ലാരോടും കൂടി ഒരു കാര്യം പറഞ്ഞേക്കാം. എന്റെ മകളെ മര്യാദക്ക് നോക്കിയില്ലെങ്കിൽ തോന്നിയവാസം കാട്ടിയെന്നാൽ നിന്റെ മുതലായും പഞ്ചറാകും. എന്റെ മോളെ നല്ല പോലെ നോക്കിയില്ലേ
ലോകപ്പിൽ കൊണ്ടുപോയി കഴിച്ചു വെച്ച് മുട്ടൻ ഇടിക്കും ഞാൻ. നട്ടെല്ലി സെന്ററിലെ മർമ്മത്തിലാത്തി കൊണ്ട് 5-8 കുത്തു ഞാൻ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പേടിപ്പിച്ച് സമയം കളയാതെ പെണ്ണിനെ വിളിക്കേ. അതിനു മുമ്പ് ചെറുക്കിനെ വിളിക്കണം. രാജാതി രാജൻ, ജയരാതി മൂർഖൻ, മൂർഖാതി അണലി, ഞാനൂല് മഹാരാജാവിന്റെ ശ്രീമന്തപുത്രൻ, പട്ടുണ്ണിക്കുമാരൻ ഇതാ എഴുന്നള്ളട്ടെ. ഹര ഹരോ, ഹര ഹര. എന്റെ അമ്മോ, ഞാൻ പോലീസ്. മോനെ, നീ ഓടരുത്, ചാടരുത്, പേടിക്കരുത്. ഇത് നീ കെട്ടാൻ പോണ പെണ്ണിന്റെ അപ്പൻ. എടാ, നിന്റെ അപ്പനാടാ അപ്പൻ. അപ്പാപ്പ പെണ്ണെവിടെ? അപ്പാപ്പനോ? അപ്പ പെണ്ണെവിടെ? അവിടെ വിളിക്കുക. എന്നാ ഞാൻ പോയി കണ്ടിട്ട് വരാം. തൊണ്ടി സാധനം ഞാൻ നിന്നെ എത്തിക്കാൻ പോവാ. ഇനി മുതൽ നീയാണ് സൂക്ഷിക്കേണ്ടത്. മനസ്സിലാവണ? മോളെ ലോകത്തിന്റെ ഇറക്കി വിടേ. ചെറുക്കനും പെണ്ണും തമ്മിൽ കണ്ട സ്ഥിതിക്ക് അവൻ അവിടെ നിന്ന് ലാത്തി അടിക്കട്ടെ. നമുക്ക് അപ്പുറത്ത് പോയി ലാത്തിച്ചാർജ് നടത്താം. ഇത് നമ്മെ തല്ലിക്കൊല്ലാൻ പോവുകയാണോ? എടോ വിവരമില്ലാത്ത രാജാവേ, എന്തോ നമുക്ക് അപ്പുറത്ത് പോയി ചായ കുടിക്കാന്നാണ് സാറ് പറഞ്ഞത്. ചായ കുടിച്ച് തീരുന്നല്ലേ എനിക്കും എന്റെ സംഘത്തിനും 5 നിമിഷം വിശ്രമം. ചേട്ടാ, എന്താ? ദേ ചായ. ഇങ്ങ തന്നെ. എന്ത് പറ്റി? പൊള്ളിപ്പോയി. അതെ, ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഒന്നുകൂടി കിട്ടിയിരുന്നെങ്കിൽ. എന്താ? ചായ. അതല്ല, പിന്നെ എന്നെ ഇഷ്ടമായോന്ന്. അയ്യോ, നിന്നെ എനിക്ക് ഭയങ്കര. ചേട്ടൻ എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? പിന്നെ പെണ്ണെ, ഞാൻ ചായ കുടിക്കുമ്പോ നിങ്ങളുടെ പട്ടി എന്ന് എന്നെ തുറച്ചു നോക്കുന്നേ. അത് പിന്നെ അവന്റെ പാത്രത്തിൽ ചായ കുടിച്ച അവൻ ചേട്ടനെ നോക്കാതിരിക്കോ? അല്ല പെണ്ണെ, നിനക്കെന്താ പണി? തയ്യലാ. പോക്കറ്റ് അടിക്കുവോ? പോക്കറ്റ് മാത്രല്ല, കയ്യും വെട്ടും കഴുത്തും വെട്ടും. ചേട്ടന്റെ അല്ല, തുണിയുടെ. ഞാൻ പേടിച്ചു പോയി. പെണ്ണെ, നിനക്ക് എന്നെ ഇഷ്ടമാണ്. ചേട്ടനൊരു പുസ്തകമായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ ഞാൻ എന്റെ മാറോട് ചേർത്ത് പിടിച്ചേനെ. പെണ്ണെ, നീയൊരു ഡയറി ആയിരുന്നെങ്കിൽ ഒരു വർഷം കഴിയുമ്പോ നിന്നെ എനിക്ക് മാറ്റാമായിരുന്നു. ചേട്ടാ, എന്താ? ചേട്ടനൊരു കരിമ്പായിരുന്നെങ്കിൽ എനിക്ക് ചവച്ചരച്ച് തുപ്പാമായിരുന്നു. കൊള്ളാലോ. അതൊക്കെ പോട്ടെ. പെണ്ണെ, എന്റെ കൂടെ താമസിക്കാൻ ചൂട് പോകാൻ പെൺകൊടി കൂട്ടി വഴി തേക്കടിക്കൊരു കൂട്ടുവരൂ പെൺകൊടി. മുംബൈ കാണാടി, പുറകെ താജ്മഹൽ കാണാടി, ഗോവ കാണാടി, അവിടെ ബീച്ചിലൊന്ന് കറങ്ങാടി, ഒരുങ്ങി വന്നാൽ നമുക്ക് ഗോലിന്റെ ചുറ്റാടി. അയ്യോ, ടൂറ് പോയാലേ എന്റെ അച്ഛൻ കേസ് കൊടുക്കും. ഞാൻ കിട്ടുന്ന പെണ്ണിനെ കൊണ്ട് ടൂർ പോകുന്നതിന് നിന്റെ അച്ഛനെന്തിനാ കേസ് കൊടുക്കുന്നത്? ഇതിന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. പോലീസുകാരൻ ഇവിടെ മൂന്നാല് ഇവിടെ വാ. ബ്രോക്കറെ, ഈ 1 1 എത്രയാണ്? 2 എന്നാലേ ഈ 2-1 എനിക്ക്
പോലീസുകാരൻ എന്തിനാ കേസ് കൊടുക്കുന്നത്? മോനെ പൊന്നു മോനെ, പോലീസുകാരൻ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞത് അസത്യമാടാ, അസത്യം. ആര് പറഞ്ഞത് അസത്യമാണെന്ന്? ആ സത്യം ഞാൻ തുറന്നു പറയാം. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ രസതന്ത്രം പഠിപ്പിക്കുന്ന സാറിന്റെ കൂടെ ഒരു രസത്തിന് ടൂർ പോയപ്പോഴും, മത്തായി ചേട്ടന്റെ കൂടെ ഒരാഴ്ച മൈസൂർ ടൂർ പോയപ്പോഴും, പിന്നെ കനകാമ്പരം ചേട്ടന്റെ കൂടെ കൊടൈക്കനാലിൽ ടൂർ പോയപ്പോഴും ഈ അച്ഛൻ കേസ് കൊടുത്താണ് വിളിച്ചോണ്ട് വന്നത്. ഈ കല്യാണം നടന്നാൽ എന്താ കുഴപ്പമൊന്നും? അത് ശരി, ഇത്രയും പേരെ കൂടെ ഒളിച്ചോടി പോയ പെണ്ണെ എന്റെ മോന്റെ തല കെട്ടിവെക്കാനല്ലേ പാവം. ഇത്രയും അനുഭവ സമ്പത്തുള്ള ഈ തരുണിമണിയെ കിട്ടിയാൽ എന്താ കുഴപ്പം? സാധ്യമല്ല. എടോ കോന്തൻ രാജാവേ, തന്റെ ഈ നിൽക്കുന്ന മകനുണ്ടല്ലോ പെൺകോന്തൻ, അവൻ ഈ നാട്ടിലെ മുഴുവൻ പൊമ്പിള്ളേരുടെ പുറകെ നടന്ന് അടി കൊണ്ടിട്ടുള്ളവനല്ലേടോ. അതുകൊണ്ട് ഇവന് ചേരുന്ന പെണ്ണ് ഇവള് തന്നെ. അതുകൊണ്ട് മകനെ, നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഈ പെൺകുട്ടിയെ നിനക്ക് കിട്ടിയത് നിന്റെ സൗഭാഗ്യമാണ്, സൗഭാഗ്യം. അതെ, കാർത്തിക ശിരോമണി, ഇവിടെ കിട്ടിയാൽ നമ്മുടെ പുത്രന് എന്ത് സൗഭാഗ്യമാണ് കൈവരുന്നത്? പറഞ്ഞു തരാം. നമ്മളൊരു മാർജിൻ ഫ്രീ ഷോപ്പിൽ കയറി ഒരു പേസ്റ്റ് വാങ്ങിയാൽ ഒരു ബ്രഷ് ഫ്രീ, അപ്പോൾ ഒരു ബ്രഷ് വാങ്ങിയാൽ ഒരു സെറ്റ് പല്ല് ഫ്രീ. അതുപോലെ ഈ പെണ്ണിനെ കിട്ടിയാൽ നിനക്കുമുണ്ട് ഒരു കൊച്ചു ഫ്രീ. എനിക്ക് കൊച്ചു ഫ്രീ ഒന്നും പോരാ, എനിക്കൊരു വലിയ ഫ്രീ വേണം. എടാ മണ്ട, ഈ പെണ്ണിനെ കെട്ടിയ ഇവക്കടെ 4 വയസ്സുള്ള ഒരു മുഴുത്ത കൊച്ചിനെ നിനക്ക് ഫ്രീ. അതെ, ഒരു മാർജിൻ ഫ്രീ കുട്ടി ഫ്രീ. നാം സന്തുഷ്ടനായി. നമ്മുടെ കുലമഹിമത്തിൽ ചേർന്ന പുത്രം മുതലെ കിട്ടിയതിൽ നാം സന്തുഷ്ടനായിരിക്കുന്നു. ആരുടെ കൊട്ടാരം നർത്തകിമാർ വരട്ടെ, വാദ്യഘോഷങ്ങൾ മുഴങ്ങട്ടെ, വിവാഹം സമംഗളം കൊണ്ടാടട്ടെ. അതെ, നമുക്കെല്ലാവർക്കും ചേർന്ന് ഈ കല്യാണം അടിച്ചു പൊളിക്കാം. എന്റെ കർത്താവേ, അങ്ങനെ എന്റെ കെട്ടാച്ചെറുക്കന് പെണ്ണ് കിട്ടിയേ. നമുക്കിതൊന്ന് പൊളിക്കണ്ടേ? പിന്നെ വേണം വേണം, എങ്കിൽ തുടങ്ങിക്കോ വേണം. ഒരു സൽപുത്രൻ പിറന്നട പണ്ട്, മഹാധ്യായം തുടക്കമായെന്ന് ഇത് ദിക്കെട്ടും മുഴങ്ങിടും പാട്ട്. കൊടും സന്തോഷം പിറന്നട പാട്ട്. സ്നേഹം വന്നാൽ മധുരത്തേന് നീരായി പൂവും വന്ദിച്ചാല്. കോപം കൊണ്ടാൽ വേറെന്നാൽ വേറാരും വേണ്ടി
കല്യാണം